My dear friends and language lovers, welcome back. I would like to make a short talk on modern English usages. We are under the false impression that grammar is the backbone of English, but that is a wrong notion. My dear friends, let me switch over the conversation in Malayalam. നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ പഠിച്ച റെഗുലർ കോളേജുകളും നമ്മൾ പഠിച്ച സമാന്തര കോളേജുകളുമെല്ലാം കുട്ടികളിൽ ഉണ്ടാക്കിയ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ മായയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വലിയ തൂണുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ബാക്ക് ബോൺ ആണ് ഗ്രാമർ എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് ഗ്രാമർ, എന്താണ് കറക്റ്റ് യൂസേജ് എന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണയുമില്ലാത്തവരാണ് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൽ ഏതാണ്ട് 99%. കാരണം ഗ്രാമർ എന്നത് ആ ലാംഗ്വേജിൻ്റെ മൊത്തം സ്കിന്നും ആ ലാംഗ്വേജിൻ്റെ മൊത്തം ലക്സും ഒക്കെ ചേർന്നതാണ്. അതിൻ്റെ ശരീരഭാഗങ്ങളിലുള്ള എല്ലാ അവയവങ്ങളും ഗ്രാമറിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ അടുത്ത ചോദ്യം, ഗ്രാമർ പോയിന്റ് വെച്ചുകൊണ്ടാണോ ഒ വി വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത്, അല്ലെങ്കിൽ ബഷീർ ശബ്ദങ്ങൾ എഴുതിയത്, അല്ലെങ്കിൽ ഷേക്സ്പിയർ ഹാംലെറ്റ് എഴുതിയത്, അല്ലെങ്കിൽ ഡോസ്റ്റോവസ്കി ബ്രദേഴ്സ് ഓഫ് കാരമസോവ് എഴുതിയത്? അല്ല. ഇന്ത്യ മഹാരാജ്യത്ത് അറിയപ്പെടുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരിൽ തരൂർ, അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവർ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നത് പൂക്കൾ ഉദ്യാനത്തിൽ വിടരുന്നത് പോലെ. ഭാഷ അവർക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് അവരുടെ കയ്യിൽ വരുമ്പോൾ അത് സ്വർണം പോലെ, സ്വർണത്തിന് സുഗന്ധം എന്ന് പറയുന്നത് പോലെ അത് ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ തിളങ്ങുകയാണ്. കാരണം ജന്മസിദ്ധമായി ദൈവികമായൊരു വരദാനമായി ഭാഷ അരുന്ധതി റോയ്ക്ക് കിട്ടുന്നു, ലാംഗ്വേജ് ശശി തരൂരിന് കിട്ടുന്നു, ലാംഗ്വേജ് പഴയ കേരളത്തിലെ അനിതര സാധാരണമായ വാഗ്മിയായിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലും അരങ്ങൽ ശ്രീധരനൊക്കെ. അപ്പോൾ ഒന്ന് ഫോറിനേഴ്സുമായിട്ടുള്ള കോണ്ടാക്ട് ഒരു പ്രധാന ഘടകമാണ്. തരൂർ വാസ് ബോർൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ വെസ്റ്റേൺ വേൾഡ്. അരങ്ങൽ ശ്രീധരനും അത് തന്നെ, യൂറോപ്പിലാണ് പഠനം കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ പ്ലസ് അവർക്ക് ലാംഗ്വേജിലുള്ള ആഭിമുഖ്യം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ പ്രധാന ഒരു പോയിന്റ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഫങ്ഷണൽ ഇംഗ്ലീഷ് പഠിക്കാം. ആ വേർഡ് ഓരോ പ്രത്യേക കോണ്ടെക്സ്റ്റുകളിൽ ആ വേർഡിൻ്റെ ഫങ്ഷൻ എന്താണ്, ഒരു വേർഡ് എങ്ങനെ യൂസ് ചെയ്യണം, ഹൗ ടു യൂസ് എ വേർഡ് കറക്റ്റ്ലി എന്നതാണ് ഗ്രാമർ. ഒരു എക്സാമ്പിൾ പറയാം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് ക്ലാസ് മുറികളിലൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, സഡൻലി, പെട്ടെന്ന്. അതിൽ തെറ്റില്ല, പക്ഷെ അത് പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. വേർ ഇസ് യുവർ ഹൗസ്? മൈ ഹൗസ് ഇസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ജനറൽ പോസ്റ്റ് ഓഫീസ്. ഇവിടെ സഡൻലി ഉപയോഗിക്കോ? ഇല്ല. അപ്പോൾ ആ വേർഡ് ഏതൊക്കെ കോണ്ടെക്സ്റ്റുകളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ഗ്രാമർ. ഇംഗ്ലീഷാക്കുന്ന ഒരു ട്രെൻഡാണ് ഇന്ത്യ മുഴുവനും കാണുന്നത്. ഇപ്പോൾ ദേ ലിവ്ഡ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവർ മാരീഡ് ഒന്നും അല്ല, അവർ ദേ ലിവ്ഡ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ബ്രിട്ടീഷ് അമേരിക്കൻ സ്റ്റൈലിന് എതിരാണ് ദേ ലിവ്ഡ് ആസ് മാൻ ആൻഡ് വൈഫ്. ഓർമ്മിക്കുമല്ലോ, ദേ ലിവ്ഡ് ആസ് മാൻ ആൻഡ് വൈഫ്. നമ്മൾ നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വേർഡൊക്കെ വരുന്നത്. ഏത്? ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അങ്ങനെ യൂസേജ് ഇല്ല. കറക്റ്റ് യൂസേജ് കിട്ടണമെങ്കിൽ അഡ്വാൻസ്, അതായത് ഓക്സ്ഫോർഡിൽ നിന്ന് ഒരുപാട് വെറൈറ്റി ഓഫ് ഡിക്ഷണറീസ് വരുന്നത് സാധാരണ കോളേജുകളിലേക്ക്, സ്കൂളുകളിലേക്ക്, യൂണിവേഴ്സിറ്റീസും മറ്റ് എഡ്യൂക്കേഷണൽ ബോർഡൊക്കെ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളോട് പറയുന്നത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അഡ്വാൻസ്ഡ് ലേണേഴ്സ്. എസ് ഹോൺബി, വിഖ്യാതനായ ഗ്രമാരിയനും ഫോണറ്റീഷ്യനുമാണ് എസ് ഹോൺബി. അത് ഇന്റർനാഷണലായി ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ELBS, ഇംഗ്ലീഷ് ലാംഗ്വേജ് ബുക്ക് സൊസൈറ്റി. അതിൻ്റെ ഒരു പ്രത്യേകത, ആ ഓരോ വേർഡും സെൻറ്റൻസിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡൾ നമ്മൾ പഠിപ്പിക്കും മന്ദബുദ്ധിയുള്ള, കറക്റ്റാണ്, അതുണ്ട്, പക്ഷെ അത് മാത്രമേ ഉള്ളൂ. ഡൾ കളർ, ഡൾ മോർണിംഗ്, ഡൾ ആഫ്റ്റർനൂൺ, ഡൾ നൈറ്റ്. ഇപ്പം എത്രയെത്ര യൂസേജാണ്. എ നൈറ്റ് വിത്ത് ഡൾ എഡ്ജ്. അങ്ങനെ ആ വേർഡിൻ്റെ വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളിലുള്ള കാര്യങ്ങൾ കിട്ടണം.
അല്ലാതെ ഒരു വേർഡിന് ഒരു മീനിങ്ങേ ഉള്ളൂ എന്ന് കരുതിയാണ് നമ്മളെ കുട്ടികൾ വളരുന്ന. അവർ ഫിസിക്സിൽ ബ്രില്യൻ്റ് ആയിരിക്കാം, മാത്സിൽ ബ്രില്യൻ്റ് ആയിരിക്കാം, പക്ഷേ ഇംഗ്ലീഷിൻ്റെ രീതി അതല്ല, അതിന് അപ്പനില്ല. ഒരു സ്ഥലത്ത് ആപ്ലിക്കബിൾ ആയ നിയമം മറ്റൊരു സ്ഥലത്ത് ആപ്ലിക്കബിൾ അല്ല. ഒരു ഉദാഹരണം പറയാം. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഇറ്റ്? വാട്ട്സ് ദ റീസൺ ഫോർ ഇറ്റ്? അപ്പോൾ റീസൺ കുട്ടികൾക്ക് എഴുതി കൊടുക്കും. കാരണം കോസ് എന്ന് പറഞ്ഞാൽ എന്താ? കാരണം. വാട്ട് ഇസ് ദ കോസ് ഓഫ് ഇറ്റ് ആണ്. പ്രപ്പോസിഷൻ മാറും. അതുപോലെ ഒരേ സ്പെല്ലിംഗ്, പക്ഷേ ഉച്ചാരണം മാറുമ്പോൾ അതിൻ്റെ വേർഡ് മീനിങ് മാറും. എൻ്റെ ജ്യേഷ്ഠൻ മസ്കത്തിലൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ഇൻറ്റൻസീവ് ലാംഗ്വേജ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നു. ആ കുട്ടിക്ക് ഹെഡ് മാസ്റ്റർ കൊടുത്തത് ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ഇസ് ഗുഡ്. രണ്ടും ഒരേ സ്പെല്ലിംഗ് ആണ്, പക്ഷെ ഉച്ചാരണം മാറുമ്പോൾ വേർഡിൻ്റെ മീനിങ്. ഇതൊക്കെ യൂറോപ്യൻ ഭാഷകളുടെ പ്രത്യേകതകളാണ്. ഇന്ത്യൻ ഭാഷകൾക്ക് ഇതൊന്നും ഒരു വിഷയമില്ല. നേരിട്ട് ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആപ്ക ഗഡി മേ ടൈം അല്ലെങ്കിൽ സമയ കിത്തനായി. അത് ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ വാട്ട്സ് ദ ടൈം ബൈ യുവർ വാച്ച് എന്നാണ് വേണ്ടത്, ഇൻ യുവർ വാച്ച് അല്ല. ഈ തരത്തിൽ നമ്മുടെ കൺമുമ്പിലേക്ക് ഒരു വേർഡ് നമ്മുടെ അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ ആ വേർഡിനെ, പദത്തെ എംബ്രൈസ് ചെയ്യണം. അങ്ങനെ എംബ്രൈസ് ചെയ്യണമെങ്കിൽ ആ പദത്തിൻ്റെ പോക്ക്, അതെങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്, അതിനെങ്ങനെ പിടിച്ചു നിർത്താം, ഈ തരത്തിൽ അതിൻ്റെ വ്യത്യസ്ത യൂസേജുകൾ. അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി ആ വെറും 10,000 വേർഡുകൾക്ക് മോർ ദാൻ 2 lakhs യൂസേജസ് ആണ് കൊടുത്തത്. ഓരോ യൂസേജും സെൻറ്റൻസിൽ ഇലസ്ട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഒരു കുട്ടിയെ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വേർഡിൻ്റെ വ്യത്യസ്തങ്ങളായ യൂസേജ് കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്, അത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു എക്സാമ്പിൾ പറയാം. മാരി എന്നാണ് വേർബ്, അതിന് നൗൺ ആണ് മാരേജ്. മാരി കല്യാണം കഴിക്കുക, മാരേജ് കല്യാണം. പക്ഷെ കഴിപ്പിക്കുക എന്നുള്ളത് എങ്ങനെയാ പറയും? മാരി ടു ആണ്. പക്ഷെ അതെങ്ങനെയാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കും? ഞാൻ എൻ്റെ മകനെ ഒരു ആയുർവേദ ഡോക്ടറെ കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. കഴിപ്പിക്കുക എന്നുള്ളത് മാരി ടു ആണ്. ഉടനെ അഡ്വാൻസ് ലേണേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ ചെക്ക് ചെയ്യണം. ഐ മാരീഡ് മൈ സൺ ടു എ ഹോമിയോ ഡോക്ടർ ഓർ ടു എൻ ആയുർവേദ ഡോക്ടർ. അപ്പം മാരി ടു എന്ന പദം അറിഞ്ഞാൽ പോരാ, ആ പദം ഉപയോഗിക്കുന്നതും അറിയണം. മൈ ഡിയർ കൊളീഗ്സ്, let me wind up the talk. Thank you.